ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോക്ക് ഇൻട്രോ പറയാനുള്ള ഒരു മൂഡോ കാര്യങ്ങളോ ഒന്നുമില്ല ട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വയനാട്ടിലുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തം എല്ലാവരും ന്യൂസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും ഇവിടെ ഒരു വയനാട്ടുകാരിയാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. നമുക്ക് ഇവിടെ ഇപ്പം അൽഹംദുലില്ലാ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഇതുപോലെ നമ്മുടെ അയൽ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ അയൽ പ്രദേശങ്ങളാണ്, അറിയുന്ന സ്ഥലങ്ങളാണ്. ആ ഒരു ദിവസം രാത്രി കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ വേണ്ടി പോയിട്ടുള്ള ആളുകളാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. 200ൻ്റെ മുകളിൽ ആൾക്കാർ തന്നെ ഇപ്പോൾ മരണസംഖ്യ ആയിട്ടുണ്ട്. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. കുറേ പേരെ കണ്ടു കിട്ടാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അവരുടെ വീടും, രക്ഷപ്പെട്ടവരാണെങ്കിലോ അവർക്ക് വീടോ കാര്യങ്ങളോ അവരിതുവരെ സമ്പാദിച്ച് വെച്ച എല്ലാ സംഭവങ്ങളും അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ ഒരു പ്രദേശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം ഒരുപാട് കെട്ടിടങ്ങളും വീടുകളും സ്കൂള്, പള്ളി, അമ്പലം തുടങ്ങി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു കേട്ടോ ഇത്. ഒരു 3 കിലോമീറ്റർ അപ്പുറം മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉരുൾപൊട്ടിയതെങ്കിലും 3 കിലോമീറ്റർ ഇപ്പുറം ഉള്ള ആ ഒരു സ്ഥലം പോലും ഇല്ലാതാക്കി തന്നെ പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ബോഡികളൊക്കെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് ദൂരത്ത് വെച്ച് മലപ്പുറം, അതുപോലെ നിലമ്പൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് ബോഡികളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഞെട്ടൽ വയനാട്ടുകാർക്ക് ഉണ്ടായതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും ഭയവും ഒക്കെ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പം വീണ്ടും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ അയൽപ്രദേശമായ പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വീടുകളും ഒരുപാട് ആളുകളും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ നിന്ന് ഒരു 5-6 പേര് ഇപ്പം മിസ്സിംഗ് ആണ്, കിട്ടാതെ. അപ്പോൾ അതിനേക്കാളും വ്യാപ്തി കൂടുതലുള്ള ഉരുൾപൊട്ടലാണ് ഈ വർഷം ഉണ്ടായത് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പ്രദേശം, 2 പ്രദേശങ്ങൾ ഒന്നടങ്കം ഇല്ലാതായിട്ടുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കുറേ ന്യൂസുകളിലൊക്കെ വീടിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടും പ്രയാസമൊക്കെ ശരിക്കും അനുഭവിക്കുന്ന, ഒരു വീടില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോ വീടുകളൊക്കെ അടിപൊളി വീടുകളൊക്കെ പിന്നെ എന്താ ഇപ്പം പുരകോടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീടുകളൊക്കെ ഒന്നും അല്ലാതായി കിടക്കുന്ന കാണുമ്പോൾ മനസ്സ് വല്ലാതെ പെടയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജീവനുകളും, പിന്നെ അതിനേക്കാളും വലുതാണ്. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വന്ന സംഭവങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവർക്ക് അതിനുള്ള മനക്കരുത്തും എല്ലാം പടച്ചോൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരുപാട് പേരെ അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് സഹിക്കാനും ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സ് പടച്ചോൻ കൊടുക്കട്ടെ. അവർക്ക് ആദ്യം മുതൽ അവരെങ്ങനെയാണോ ഉണ്ടാക്കി കൊണ്ടുവന്നത് അതൊക്കെ എത്രയും പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ തന്നെ നമുക്ക് ചെറിയ മക്കളെയൊക്കെ എടുത്തു കൊണ്ടുവരുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ പറയുക, വാർത്ത കാണണ്ട എന്നുള്ള ആ ഒരു രീതിക്ക് വരെ എത്തിപ്പോവും. കാണുമ്പോൾ ഒരു ശ്വാസം മുട്ടലാണ് ശരിക്കും പറഞ്ഞാൽ, വല്ലാത്തൊരു ശ്വാസം മുട്ടൽ. അപ്പോൾ കുറേയൊക്കെ കാണാതിരിക്കും, പിന്നെയും എടുത്തു വെച്ചിട്ട് കാണും എന്തായി അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേരെ കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതും വല്ലാത്തൊരു പ്രയാസമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള കാര്യമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ള സൈന്യം, അതുപോലെ റെസ്ക്യൂ ടീം, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ അവരുടെ ജീവൻ പണയം വെച്ച് തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം അവരുടെ ജീവൻ പോലും നോക്കാതെ ഇത്രയും വലിയ പ്രയാസം ബുദ്ധിമുട്ട് നടന്ന ഒരു സ്ഥലത്ത് കിണർ ഏതാ, പുഴ ഏതാ, പിന്നെ എന്താ
എന്തെങ്കിലും കുഴികളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിരന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇവരൊക്കെ രക്ഷാപ്രവർത്തനത്തിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ജീവന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഒരുപാട് പേരെ ഓരോ ക്യാമ്പുകളിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ പൈസയായിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നല്ല പോലെ പ്രാർത്ഥിക്കുക. അതൊക്കെയാണല്ലോ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലായിടത്തും നല്ല മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. ഒന്നാമത് ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം കാണാനും അത് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോകുമല്ലോ അല്ലേ. കുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കുക. ആൺകുട്ടികളൊക്കെ പെൺകുട്ടികളാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയായിരിക്കും. ആൺകുട്ടികൾ എതിലെയാണ് പോണതെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. കഴിയുന്നതും വീടിൻ്റെ പുറത്തേക്ക് വിടാതിരിക്കുക. ഈ ഒരു ശരിക്കും മഴയായിട്ടാണ് നമുക്ക് സ്കൂൾ അവധി. പക്ഷേ എല്ലാവരും അതൊരു ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മക്കളെയൊക്കെ ശ്രദ്ധിക്കുക. നമ്മളും കൂടി മഴ കാണാൻ വെള്ളം കാണാൻ എന്നും പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം കുറയ്ക്കുക. പ്രത്യേകിച്ച് ഈ മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉള്ളിടത്ത് നമ്മൾ തീരെ പോകാതിരിക്കുക കേട്ടോ. ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കാണലുണ്ട്. അത് വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കൊക്കെ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ നല്ല മഴയത്ത് എപ്പോഴാണ് ഈ മലവെള്ളം കൂടുതലായിട്ട് വരിക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. പെട്ടെന്ന് ഒലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മളെത്ര ശ്രദ്ധിച്ചാലും എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല. എന്നാലും അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കും അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് നിന്നും ഓരോ കൂട്ടായ്മയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ കമ്പളക്കാട് പ്രദേശത്തുള്ള ആളുകളും സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദുഃഖത്തിലൊക്കെ പങ്കുചേർന്ന് അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം പടച്ചോൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഈ ഒരു ദുരന്തത്തിന് മുമ്പുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അതിമനോഹരമായ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ ഒരു സ്കൂളും ആ സ്കൂളിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ചെറിയ പുഴയും ഒക്കെ കാണുമ്പോൾ തന്നെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിട്ട് ഈ ഒരു സ്കൂളിൽ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഓർമ്മകളൊക്കെ ഇപ്പോൾ വരികയാണ് കാണുമ്പം തന്നെ. ഇപ്പോൾ ഈ ഒരു സ്കൂളില്ല, ഗ്രൗണ്ടില്ല, ഒന്നുമില്ല. അവിടെയുള്ള എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾ, ഒരായുഷ്കാലം അധ്വാനിച്ച് പടുത്തുയർത്തിയ അഭയകേന്ദ്രങ്ങൾ, ഒരുമയുടെ കഥ പറഞ്ഞ് സന്തുഷ്ട കുടുംബജീവിതം നയിച്ച കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ, എല്ലാത്തിലുമുപരി ഉടലോളം ചേർത്ത് പിടിച്ച ഉറ്റവർ ഉടയവർ, ശാന്തമായി ഒഴുകിയ പുഴയോരം ഇന്ന് കണ്ണീർ കടലായി മാറി. വിട പറഞ്ഞു പോയവർക്ക് സ്വർഗവും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ കഴിയുന്നവർക്ക് സഹിക്കാനുള്ള സഹനശക്തിയും നാഥൻ നൽകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും.